ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പേരാമ്പ്രയാണുള്ളത്. പേരാമ്പ്ര ചക്കിട്ടപ്പാറയ്ക്ക് അടുത്തുള്ള പട്ടാണിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായൊരു സ്ഥലമാണ്. ആ ഒരു ഗ്രീനറി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? അവിടുത്തെ വിശേഷം എന്താണെന്ന് നോക്കിക്കാണാം. കാരണം അത്രയും ഭംഗിയുള്ളൊരു സ്പേസാണ്. നമ്മുടെ നാട്ടിൽ ഇത്ര നല്ല സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ പോകുമ്പോഴാണ് കാണുന്നതും അറിയുന്നതും. അപ്പോൾ എന്ത് ഭംഗിയാണ്! ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷവും നല്ലൊരു ഉണർവും തോന്നുന്നില്ലേ? പിന്നെ നമ്മൾ ഈ പച്ചപ്പിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം ഇപ്പം എത്തും. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അടിപൊളി സ്പോട്ടാണ്. നമ്മൾ ഇറങ്ങി. സ്പോട്ട് നിങ്ങൾ ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങളായിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളും പിന്നെ മാമൻ്റെ മുകളിലെ വൈഷ്ണയും നിഖിലേട്ടനും നൈറ്റൂട്ടനും കൂടിയാണ് വന്നത്. ഋതൂട്ടൻ ഉറങ്ങുന്നായിരുന്നു. നിമിഷേട്ടൻ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഒരു ചെറിയ അരുവി ഇങ്ങനെ ഒഴുകി വരുന്നു. ഇതിന് അരുവി എന്ന് തന്നെ ആയിരിക്കുമോ പറയുക, അറിയില്ല. നല്ല ഭംഗിയുള്ള നല്ല ഷേപ്പുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം. അവരങ്ങോട്ട് നടക്കുന്നുണ്ട്. നിഖിലേട്ടൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് പോവാണ്. അവർ ആ വഴി അങ്ങനെ ഉള്ളത് അവരെ ഫ്രണ്ട്സ്. നമ്മൾ നിഖിലേട്ടൻ ഇന്ന് യാദൃശ്ചികമായി വീട്ടിലേക്ക് വന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്പേസിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ശരി എന്നാൽ നമ്മളും വരുന്നു. ഓക്കെ, അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. പെട്ടെന്ന് വൈകുന്നേരം അന്ന് പോവാമെന്ന്. പിന്നെ ഇവരെ വെള്ളത്തിനോടുള്ളൊരു ഇഷ്ടം അറിയാമല്ലോ, ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് രണ്ടുപേർക്കും. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മൂന്നാർ ഒരു ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞിട്ട് വരുന്ന സ്പേസാണ് ഇത്. ഇതുകൂട്ട് നല്ല ഉറക്കമാണ്. വണ്ടിയിൽ നിന്ന് ഉറങ്ങിപ്പോയി. നല്ല ഭംഗിയിലാണ്. നമ്മൾ സ്പോട്ടിലെത്തി. ഇവിടെ ഇറങ്ങാം. ജാനീനെയും കൊണ്ട് വൈഷ്ണ ഇറങ്ങാണ്. വലിയ ആയം അല്ല, ഒഴുക്കുണ്ട് നല്ലോണം. വെള്ളം ഒഴുകുന്നത് കണ്ടാൽ തന്നെ അറിയില്ലേ. അതൊരു കുട്ടി നല്ലോണം നീന്തുന്നുണ്ട്. അങ്ങനെ ഞാനും പതുക്കെ ഇറങ്ങി നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. എന്നാലും ഞാൻ വെള്ളം കണ്ടാൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ജസ്റ്റ് കാലെങ്കിലിട്ട് കളിക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ. പക്ഷെ ഞാനൊന്ന് ഇറങ്ങി നോക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എന്തൊരു ഭംഗിയാണ് കാണാൻ. അത് എവിടുന്നാണ് അങ്ങ് ഒഴുകി വരുന്നത് എന്നുള്ള സ്പേസ് നമ്മൾ നോക്കിയിട്ടില്ലേ. ആ സ്പോട്ട് എവിടെയാണ് എന്നുള്ളത് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ കളിച്ച് ഇപ്പോൾ ലാസ്റ്റ് പറയാം, അല്ലെങ്കിൽ ആ ട്വിസ്റ്റ് എൻഡിൽ പറയാം, അതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ നിന്നുണ്ട്. ഞാൻ കാല് ജസ്റ്റ് ആദ്യം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കല്ല് മുക്കി വെച്ച് കുറച്ച് വെള്ളത്തിൽ നിന്നൊക്കെ കളിച്ച്. അടിയിൽ നല്ലൊരു വഴുക്കൽ പോലെയാണേ. ഈ കല്ലിൽ ചവിട്ടുന്ന സമയത്ത് നമ്മളങ്ങ് ഊരിപ്പോകുന്നുണ്ട് അപ്പോഴെ അതിൽ ചവിട്ടുന്ന സമയത്ത് തന്നെ. അപ്പോൾ ചവിട്ടി നല്ല സ്ലിപ്പാവാതെ ഇങ്ങനെ പിടിച്ച് വേണം പോവാൻ. നൈത്തൂട്ടൻ ഇറങ്ങി. പിള്ളേർക്കൊക്കെ വെള്ളം കൊണ്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഋതൂട്ടനെ ഉണർത്താൻ വേണ്ടി ഞാൻ എനിഷേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല, പക്ഷേ ഇവരൊക്കെ ഡ്രസ്സ് ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നെ ഇവരെന്തായാലും വെള്ളത്തിൽ ഇറങ്ങുന്നുള്ള ഉറപ്പായതുകൊണ്ട്. അപ്പോൾ ഋതൂട്ടനെ ഉണർത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള സീനാണ് മക്കളെ ഇത്, ഒന്നും പറയണ്ട. പിന്നെ അവനങ്ങ് പോകുന്ന ആ ഒഴുക്കിൻ്റെ പിന്നാലെ തന്നെ അവനും അങ്ങ് പോയിക്കോളുന്ന. നമ്മളെ പിടിച്ചു വെച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. എന്നെ പിടിക്കണ്ട എന്നും പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പിടിക്കാൻ വിടുന്നില്ല. ഭയങ്കര കളിയാണ്. നിഖിലേട്ടൻ ജാനീനെ നീന്തിക്കോന്നും പറഞ്ഞിട്ട് പിടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും നീന്താനുള്ള അത്ര ഒരു ഇതില്ല. കാരണം കാല് അടിയിൽ തട്ടിപ്പോകുന്നതുകൊണ്ട് കുട്ടികൾക്ക് നീന്താനൊക്കെ കുറച്ച് നീന്താൻ പഠിപ്പിക്കാനൊക്കെ അത്രയൊരിതില്ലെങ്കിലും എന്നാലും കുഴപ്പമില്ല. ചില സ്പേസ് എന്നൊക്കെ നല്ല നല്ല നന്നായിട്ട് നീന്തി നോക്കാനൊക്കെ പറ്റും. ആ കുട്ടി നീന്തുന്നുണ്ട്. ഋതൂട്ടനെയും പൊക്കി വരികയാണ് ചേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഫോണും കൊണ്ട് അങ്ങോട്ട് പോകാം. പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ, ഫോൺ അങ്ങ് വഴുകുന്നത് കാരണേ വീണാലോ എന്ന് വെച്ചിട്ട്
ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അവരവിടെ ഒരു കല്ലുണ്ട്, അതിൽ കയറി ഇരിക്കുകയാണ്. എനിക്ക് നീന്തി നോക്കുന്നുണ്ടുള്ളൂ, പക്ഷേ എങ്കിലും മുങ്ങിപ്പോകുന്നുണ്ട്. അവിടെ ഒരു കല്ലുണ്ട് ഒത്ത നടുവിലായിട്ട്. ഋതുട്ടൻ അവിടെ ഇരിപ്പിക്കുന്നുണ്ട് വിനിച്ചേട്ടൻ. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടി നോക്കാനാകത്തോണ്ട് നിഖിലേട്ടനുണ്ട് ഇങ്ങനെ വൈഷ്ണവിൻ്റെ അടുത്ത് പറയുന്നത്, ഒരാളെ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ല ഒഴുക്കാണ്, മക്കളങ്ങ് ഒഴുകിപ്പോയാലും നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന നമ്മളും അങ്ങ് നല്ല സ്ലിപ്പാകുന്നതിൻ്റെ തൊട്ടായതുകൊണ്ട് നമ്മളങ്ങ് ഒഴുകുന്ന പോലെയാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ. ഇത് ഞാൻ ദൂരെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പം എന്നെ അവരങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് നീന്തി പോകണം. വൈഷ്ണവി ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാനെല്ലാം കൂടിയും നീന്തി തുടിച്ച് ഇവിടെ എത്തി. അപ്പോൾ പിള്ളേരത് അങ്ങോട്ട് പോയിട്ട് കല്ലെറിഞ്ഞ് കളിക്കുകയാണ്. നല്ലൊരു കാടും കാര്യങ്ങളൊക്കെ ആയിട്ട്, കാടിൻ്റെ രണ്ട് സൈഡ് കാടായിട്ട് അതിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന ഒരു അരുവിയാണിത്. അപ്പോൾ അവർ ആ കല്ലിൻ്റെ അടുത്തേക്ക് എന്നെയും വിളിച്ച്, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന്. അപ്പോൾ നമ്മളും അവിടെ ഇരിക്കുക. പക്ഷെ എനിക്ക് ടെൻഷന് തീരെ വിശ്വാസമില്ല, വെള്ളത്തിൽ മുക്കിക്കളയും. പക്ഷേ ഇത്തവണ കയ്യിൽ ഫോണുള്ളതുകൊണ്ട് മുക്കൂല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ധൈര്യത്താലെ പോയിരിക്കുന്നത്. എന്നാലും വെള്ളമൊക്കെ മുഖത്ത് തെറിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടോ, ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാം, ഇടങ്ങാറാക്കാം, അതൊക്കെ ശ്രമിക്കും. അവരെന്തൊക്കെയോ കളിക്കുന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം. ഋതുട്ടനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല, അവനങ്ങ് പോയിക്കോളുന്ന. ചേട്ടൻ പറഞ്ഞ് ഞാനിവനെ പിടിച്ച് നിൽക്കാം, നീ വീഡിയോ എടുത്തോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നല്ലോണം വെള്ളത്തിൽ നിന്നൊക്കെ കഴിച്ച് ഇറങ്ങാൻ വേണ്ടി കുറേ ശ്രമിച്ചു. പക്ഷേ പിള്ളേർ വരുന്നില്ല. പിള്ളേർ പറയുന്നത് ഇല്ല, കുറച്ചും കൂടെ കഴിയട്ടെ. ഇവിടെയുള്ള സ്ഥലത്തിൻ്റെ ഭംഗി കാരണം തന്നെ നമുക്ക് നോക്കിയിരുന്നു പോകും. അത്രയും ഭംഗിയുണ്ട് ആ വെള്ളം ഒഴുകി വരുന്നതും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. അവർ പിള്ളേർ ഇതാ മറ്റേ സൈഡിൽ പോയിട്ട് അവിടെ നിന്ന് കളിച്ചിട്ട് ഹൃദയ തിരിച്ചു വരികയാണ്. പിന്നെ എൻ്റെ കുറച്ച് കാല് കൊണ്ടുള്ള ഷോളും കാര്യങ്ങളും. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം കൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം നടുവിലേക്ക് ഇറങ്ങി നിമിഷയുടെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് കയ്യിൽ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫുൾ ടെൻഷനാണ്, എൻ്റെ ഫോൺ വെള്ളത്തിൽ പോവോ എന്നുള്ള. പക്ഷേ എങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയെങ്കിലും തിരിച്ചെനിക്ക് ഈ ഫോണും കൊണ്ട് അപ്പുറത്തെ കരയിൽ എത്തുകയും ചെയ്യണം. അവരെ കൂടെ വന്ന ആൾക്കാരൊക്കെ തിരിച്ച് കയറി ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും കയറിയിട്ടില്ല, പിള്ളേർ കയറുന്നില്ല. ഇതാണ് അവർ വെള്ളത്തിലിറങ്ങാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഭയങ്കര മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഭയങ്കര ഉത്സാഹം. എല്ലാവരും കയറിയിട്ട് നമുക്ക് കയറാനായിട്ടില്ല. ഇവർ വീണ്ടും മുതല കളിക്കുകയൊക്കെയാണ്. റിൻഷേട്ടൻ കിടന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഉണ്ട് ഹൃദയം ഒരു മുതലേനെ പോലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. ഇനി നീന്താൻ പഠിപ്പിക്കൽ ശ്രമത്തിലാണ് നിഖിലേട്ടൻ. നൈദീനെ ആദ്യം ഒന്ന് ശ്രമിച്ച് നോക്കുന്നുണ്ട്. അവർ കണ്ടില്ല, അവിടെ ഇരിക്കേണ്ട ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. പിന്നെ അത്ര ആഴത്തിലൊന്നുമുള്ള വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. നൈദി നീന്തി നോക്കുന്നുണ്ട്. പിന്നെ അടുത്ത ജാനിക്ക് നീന്തണം എന്ന് പറയുന്നുണ്ട്. ജാനിയും ചെല്ലുന്നുണ്ട്. പക്ഷേ രണ്ടുപേരെയും കൂടി നിഖിലേട്ടന് നോക്കാനാവത്തില്ല. അതുകൊണ്ട് ഒരാളെ കഴിഞ്ഞ് അടുത്ത ആളെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ നീന്തി കളിക്കാനൊന്നും പറ്റത്തില്ല, അടിയിൽ കല്ലായതുകൊണ്ട്. പിന്നെ അവിടെ ഹൃദയും റിൻഷാറിനും കൂടെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട്. എല്ലാവരും കരയ്ക്ക് കയറി. നല്ല മഴക്കാറുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പോയിട്ടുണ്ട് അവരൊക്കെ. നല്ല ഇല്ലിയുടെ മരമാണെന്ന് തോന്നുന്നു. ഇല്ലിമുളയില്ലേ, അതാണ് തോന്നുന്നു. ഇവർ കരയ്ക്ക് കയറിയിട്ടേ ഇല്ല. ഞാൻ കരയ്ക്ക് കയറി, എൻ്റെ ഡ്രസ്സൊക്കെ നന്നായി ഉണങ്ങട്ടെ എന്ന് വിചാരിച്ച് കരയ്ക്ക് കയറി നിൽക്കുകയാണ്. ഇവരെ വെയിറ്റ് ചെയ്യാണ്, കാരണം ഇവരുടെ ഡ്രസ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കരയിലേക്ക് കയറാൻ വേണ്ടി ഇവർ കുറച്ചും കൂടെ കഴിയട്ടെ പറഞ്ഞ് നിന്ന്. പക്ഷേ പണി കിട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കരയ്ക്ക് കയറുമ്പോഴത്തേക്ക് പൊരിഞ്ഞ മഴ. നമ്മൾ ഫുള്ളായിട്ട് നനഞ്ഞു പോയി. വൈഷ്ണവൊക്കെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ നനഞ്ഞു പോയി. കാരണം നമ്മൾ താഴേന്ന് മേലേക്ക് കയറുമ്പോഴത്തേക്ക് നനഞ്ഞു പോയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മളിതാ അതൊക്കെ ഒന്ന് ആറ്റിയെടുത്ത് എല്ലാം കൂടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത സാധനം വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയൊന്നും ജാനിക്കില്ല. വെള്ളത്തിൽ നിന്ന് കഴിച്ചുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്, വിശപ്പുണ്ട്. അതുകൊണ്ട് അവർ പഴംപൊരി ഓർഡർ ചെയ്തു. നമ്മൾ റൊട്ടിയും പിന്നെ പൊറോട്ടയും ബീഫും പിന്നെ ഒരു വെജിറ്റബിൾ കറി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ടൈം എടുക്കുന്നതുകൊണ്ട് അവർ പഴംപൊരി കഴിച്ചു. അപ്പോൾ ഇതാ ബാക്കി സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതാ ഫുഡ് കഴിക്കുകയാണ്. നല്ല ഫുഡായിരുന്നു. അവിടുന്ന് വരുന്ന വഴിക്ക് തന്നെയുള്ളൊരു കടയിലായിരുന്നു കയറിയത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ദിവസങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളൊക്കെ തുറക്കാനായി. അപ്പോൾ അത് കഴിഞ്ഞ് റിൻഷേട്ടനുണ്ട്, പെട്രോൾ അടിക്കാൻ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ടാറ്റാ, ബൈ.